നനച്ചുളിപ്പണി എന്താന്നുള്ളത് ജിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇച്ചറിയാം നനച്ചുളിപ്പണി എന്താന്നുള്ളത്. തോൽപ്പ് കഴിച്ചിട്ടല്ല നനച്ചുളിച്ചേ. ഓടി അവിടുന്ന് എനിക്ക് ബീരാൻ ഇവിടെ ശരിക്കും അറിയില്ല. ഞാൻ ജീവിക്കണത്തോളം കാലിന്റെ മുഖം അങ്ങനെ തന്നെ കായാണ് മുടക്കാണ്ട് സാധനങ്ങൾ വാങ്ങാൻ നനച്ചുളിപ്പണി ഇച്ചാണ്ട് ഒലത്തണിച്ചാണ്ട് കാണണല്ലോ. ഓൾ എന്റെ തുണി എടുത്ത് നിക്കോളെ ഓടി അവിടുന്ന് പാടത്ത്. എന്താണ് ഇത്ര കൂവാൻ? ഇവിടെ ആരും കൂവിയില്ല സാർ. കൂവിയില്ലേ? എന്റെ മുഖത്തൊക്കെ പറയാമോ കൂവിയില്ലെന്ന്? പറയാം സാർ, ഇവിടെ ആരും കൂവിയില്ല. ഒരു ഓട്ടോക്കാരനെ കൊരവേട്ട് യാത്രയാക്കിയതാ. അങ്ങാടിക്ക് പോയിട്ട് ഒരു കാൽച്ചായെങ്കിലും വാങ്ങി തന്ന പിസ്കന്നാന്റെ ആർക്ക് വേണമെങ്കിൽ ചീന കട്ടൻ ചായ നിങ്ങൾ ഒറ്റക്ക് ഉത്തരത്താണ് പേര്. അന്റെ പാവാടട്ടിക്കണെങ്കിൽ അങ്ങോട്ട് സഹിച്ചാ തവളെ അപ്പുറത്ത് ഈ പോക്ക് പോവാണെങ്കിൽ ഇങ്ങനെ മരിച്ച ചീനി ഞാൻ നാട്ടുകാർക്ക് കൊടുക്കും. കുത്തിയാപ്പിളായി പോയി അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി എന്നോ കൊന്നു. സൗണ്ട് കേട്ടിനോ? ആ ഞാൻ കഞ്ചു ചാടി നന്നായി. അത് നീർക്കൊലികളൊക്കെ വെള്ളത്തിൽ തന്നെ എന്നിട്ട് തവളായ ജത്ത മാനത്തുക്കളോ ഞാന്. അതെ മുട്ടക്കാക്ക, ഓൾ എന്നോട് ചോദിച്ച നിങ്ങൾ കേട്ടാ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് ഓൾക്ക് എന്നോട് കൊറേ സംസാരിച്ചാൻ പൂതിയായിട്ടല്ലേ? വന്നു തുടങ്ങിയോനെ നീച്ചവിടുന്ന് എന്തിനാ പോകുന്നു? എവിടെ പോയാലും ഒരു തൊഴിലല്ലോ റബ്ബേ. എന്തിനാ ചെന്നിട്ട് അങ്ങോട്ട് എടുത്തോളി. ഓ ഇങ്ങൾ ഇവിടെ ചീനി നക്കി കുത്തിർന്നോളി. ഇന്റെ ചങ്ങാഴ്ചാലെ കുണുമണലേക്ക് ടൂർ അയക്കണേ. ഓളുടെ തണുപ്പത്ത് മാഷേ നല്ലോണം പഠിക്കണം കേട്ടാ. പണിക്കൂന്ന് ഞാനാ. എവിടെ പണിക്കൂന്ന്? മാഷ വീട്ടില് പെയിന്റിങ്ങിന്. സമയത്തേടാ 9 മണി. 9 മണി 8 മണിക്ക് വീട്ടിൽ കയറിക്കോളൂ. മറിയമ്മേ തള്ളിട്ടാണ് നനച്ചുളിപ്പണിക്ക് ഓർക്കുമ്പോ ചൂലും മുറന്നും വാങ്ങി കൊടുക്കാത്തേ. ഞാൻ ഇവിടെ അടുപ്പത്ത് പുകളുള്ളതാണ്. ഇവിടെ നോക്കിയതേ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ചോറ് വയ്ക്കേ കച്ചറ പെണ്ണുങ്ങളെ. നിങ്ങൾ ആണുങ്ങൾ പിന്നെ മുസാഫിരൊന്നും അടുക്കണ്ട. ഞങ്ങൾ പിന്നെ വേണ്ട ഇതുപോലത്തെ ഐറ്റം വീട്ടിൽ ഇനി വേറെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരിക്കും. വെറുതെ തള്ളല്ലേ, ഞാൻ വർത്താനം പറയാൻ തുടങ്ങിയപ്പോഴേ ഓള് വിനയം കൊണ്ടേ ടൂർ എന്താ ഭൂമി തല കുത്തി മാറിയോ? ഞങ്ങൾ പെണ്ണുങ്ങൾ ടൂർ പോയ പ്രശ്നം, പഠിച്ചാൻ പോയ പ്രശ്നം, വണ്ടി ഓടിച്ച പ്രശ്നം, മേക്കപ്പ് ഇട്ട പ്രശ്നം, കാലിങ്ങനെ വെച്ച പ്രശ്നം, കൈ ഇങ്ങനെ വെച്ച പ്രശ്നം. വെക്കണ ഉന്നൊക്കെ പാക്കാണ് തവള. അതിന് ഇന്റെ ചൂലും പോരാ എന്റെ പേരേക്കോ. മനസ്സിലായിട്ടില്ലേ? ഇതിന് പ്രശ്നം നിങ്ങൾ എടുക്കുന്ന ഒന്നും ഓരോ. പിന്നെ ഓളെ വർത്താനം കേട്ട് ജാം ജുമുക്ക് പോവാൻ ഇന്റെ അടുത്ത് എവിടെ തവളെ പൈസ അതേറ്റ് പോണ്ടേ? മാണ്ട അല്ല നിങ്ങൾ ആണുങ്ങൾക്ക് പറ്റും. ഞങ്ങൾ പെണ്ണുങ്ങൾ തത്തമ്മനെ കൂട്ടിയിട്ടമാർക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് വളർത്താൻ കുഞ്ഞിനെ കൊണ്ട് കല്ലിരിക്കണമാർക്ക് ഞങ്ങൾ ഇങ്ങനെ 3 നേരം പണിയെടുപ്പിച്ചു. അപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങൾ അല്ല ഉസാ തല താത്തി ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാ? വിനയം കൊണ്ടല്ല, നിന്റെ ഈ വളഞ്ഞ മോന്ത കണ്ടല്ലോ എന്ന് വിചാരിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഓളെ ഭയങ്കര ഇഷ്ടമായി. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 19 പെണ്ണാണല്ലോ. എനിക്ക് മനസ്സിലാകില്ല എന്നാന്നടോ ഇതിന്റെ പ്രശ്നം. പണ്ട് ക്ലാസ് വർത്താനം പറഞ്ഞു നിർത്തി നിങ്ങൾ എന്നെ ബേക്ക് വെഞ്ചി കൊണ്ടിരുന്നു. പറഞ്ഞേക്കണോ കൊയഞ്ഞെടുക്കണ വെല്ലിപ്പാനെ താങ്ങി പിടിച്ച് ആസ്പത്രി കൊണ്ടാവാന്, പെറ്റെടുക്കണ പെങ്ങൾക്ക് മുടി ഭയം കൊണ്ടേ കൊടുക്കാൻ, റേഷൻ വെക്കാണ് മണ്ണെണ്ണി ഇച്ച തുറപ്പായാലും മതി. എനിക്ക് അങ്ങനെ തന്നെ പോവാൻ. പോർന്നേ നീർക്കൊലിയേ ഉത്സു എന്നോട് നടു റോഡിൽ വെച്ചാണോ കുരവേടനും താലികെട്ടൊക്കെ? ഇവിടെ അങ്ങനെ ഒന്നും നടന്നില്ല സാർ. പിന്നെന്തായി കാണുന്നത്? തേങ്ങ അടിച്ച് സവാരി പോയതാ സാർ. ആരാണ് വാങ്ങാനോ? നിങ്ങൾ വല്ലാതെ നിങ്ങളോട് പഠിപ്പിച്ചണ്ട. വർത്താനം കേട്ട ദുബായ് കൊണ്ടുമായിരിക്കാം. വലിയ കാര്യമായി പോയി. ഞാൻ ചെയ്ത ഏതെങ്കിലും നല്ല കാര്യങ്ങൾ അംഗീകരിച്ചു നീ പറഞ്ഞത് എന്നിട്ട് എന്തായി? ഓർക്ക് ആർക്കും ഇന്നെ ഇഷ്ടമായില്ല. അതിന് ഞാൻ എന്ത് കാട്ടാനോ ചെയ്യുമ്പോ, പക്ഷെ ഇവൾക്ക് ഇന്നെ എന്തായാലും ഇഷ്ടമായിക്കണം. കണ്ടറിയണം. നീ അവളോട് ആദ്യമായിട്ട് എന്താ? അത് വർത്താനം പറഞ്ഞിട്ടല്ലേ? അന്ന് ഞാൻ ബേക്ക് പോയാ ഇനി ഇതുവരെ ഞാൻ മുമ്പിലേക്ക് വന്നില്ല. നിങ്ങൾക്കറിയാം ബസ്സിലെ ക്ലീനർ പണി എനിക്ക്. പണ്ട് തേങ്ങച്ച കറിനെ പറ്റി ഞാൻ നല്ല പറഞ്ഞു. പഠിച്ചോൻ ഒരു തേങ്ങ ഒന്നും കിട്ടിയ നീ തല എറിഞ്ഞു പൊളിച്ചു. അങ്ങനെയും കുറച്ച് അണ്ടം വെക്കുമല്ലോ. ചോദിച്ചത് എവിടെ വീട് എന്ന്. ബെസ്റ്റ്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ജസ്നാന്ന്. അടിപൊളി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടാളും ജ്യൂസ് വെച്ചാണ്ട് മസ്തായി കിടക്കണം. ഇങ്ങോട്ട് വരി. ടൂർ പോകുമ്പോഴേ കുറച്ച് ക്ഷീണൊക്കെ മാറ്റി ജ്യൂസ് കുടിച്ചിട്ട് പോവാം. അതും ബസ്സിന്റെ ബാക്കില്. നിങ്ങളെ പഠിപ്പിച്ചില്ലേ വിജേഷ് മണൽ ഡ്രൈവറായിപ്പോ ബസ്സിന്റെ. മഞ്ചുമുക്ക് പോകാൻ പറയായല്ല, ഇവിടെ ഉള്ള സാധനം കൊണ്ട് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ ഇന്നോടി അന്റോടൊക്കെ അവസ്ഥ ഒന്നല്ലേ? പാത്തോ ഈ ചാടി ഉത്തമയായ ഭാര്യ. എന്റെ പെണ്ണുങ്ങൾ ടൂറിടേ ഞാൻ അവളെ പൂളൊക്കെ എങ്ങനെ വിഷം വെച്ച് കാണാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. സുക്കൂറിനെ വിളിച്ചേ ഒരേ റൂട്ടിലോടുന്ന ബസ്സാണ്. റൂട്ട് ഉളമ്പാറായിരിക്കും. ഞാൻ ഓളെ തന്നെ കിട്ടുള്ളൂ. എന്നാ അവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് ഞാനൊരു ഐഡിയ പറയട്ടെ. മുമ്പില് നിങ്ങളെ മക്കളെല്ലാം നിങ്ങൾ മുമ്പിലെത്തി പഠിപ്പിച്ചില്ലേ? അവരിപ്പൊ നല്ല നിലയിലെത്തിയില്ലേ? എന്ത് നില? ഇബ്രാസേ ഇവിടെ പട്ടി പോകുന്ന സൗണ്ട്. അവന്റെ വല്യമ്മ കൂർക്കം വലിച്ചേക്കാം.
അങ്ങക്കൊക്കെ ഇത്ര മുത്തം മനുഷ്യന്മാരായിക്കോണല്ലോ നനച്ചുള്ളി പെരീത്തെ പെണ്ണുങ്ങൾ എടുക്ക അല്ലാതെ ആണുങ്ങളാ ഓട്ടന്മാരെ ഉൾജോടെ പണി വെച്ചാൽ നോക്കി പോയിക്കോ. ഞങ്ങൾ പെണ്ണുങ്ങൾ ടൂറായാലേ ഞങ്ങൾ കച്ചറ പെണ്ണുങ്ങളെ നിങ്ങൾ ആണുങ്ങൾക്ക് ചങ്ങായിമാർക്കും കൂതാൻ നടക്കണേ ഒരു പ്രശ്നവും നിങ്ങൾ വലിയ ദീനീസിലെ ഇടി മേടിച്ചു തരാനല്ലേ? അല്ലടാ, വാലന്റൈൻസ് ഡേ അല്ല വരുന്നത്. അവൾക്കൊരു സ്വർണത്തിന്റെ ഗിഫ്റ്റ് കൊടുക്കാം. സ്വർണത്തിൽ വീഴാത്ത ഏത് പെണ്ണാടാ ഉള്ളത്? രണ്ടിനെയും കൂടി പഠിക്കാൻ വേണ്ടിട്ട് അങ്ങ് പുറത്ത് വിട്ടാണ് എന്നിട്ടിപ്പോ രണ്ടും അകത്താണ്. എങ്ങനെ? മയക്കുമരുന്ന് നടത്തിയിട്ട് ചെയ്യില്ല. അപ്പൊ ആൾക്കാരെ നിങ്ങൾ മേലേക്ക് ഇവിടെ ടൂർ നിങ്ങൾ രണ്ടക്ഷരം പറഞ്ഞണ്ടല്ലോ നിങ്ങളെ കാട്ടുപൊട്ടി ഞാൻ ചവിട്ടി പൊട്ടിച്ചു ഞാന് ഓലിപ്പോ മാറി. മുട്ടകാക്ക എവിടെ ഇപ്പൊ നല്ല ഡിസൈൻ കിട്ടുക? വണ്ടി കയറി പോയോക്കാം. മുട്ടകാക്ക എല്ലാം ഇച്ചറിയാൻ എന്താ കാട്ടേണ്ടത്. പോയേ ആ. ഒരു ചൂല് മുറണ്ടി കാട്ടിക്കാം. എന്തിനാ? അവിടെ ഉണ്ട് നനച്ചുള്ളി പണി. അപ്പൊ എല്ലായിടത്തും തന്നെ കാണും. പറഞ്ഞോണ്ട് പേക്ക് കൊണ്ടിരിച്ചല്ലേ അത് ഞാനും പെടൂലേ. എന്ത് സോറി മാഷ സോറി. ടൂറായി കൊണ്ടിരിക്കല്ലേ അതിനെ പറ്റി നിങ്ങൾ ബേജാറാവണ്ട. ഇത് ടൂറല്ല, ഇത് തൂറലാണ്. ഓള് ഉത്തമ പാരില്ല, ഓള് പിത്തര പാരില്ല. ഇത് നോക്കാണി. അതെ, ഇവന്റെ കല്യാണമാണ്. എന്റെ പെണ്ണിന് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ്. ഇത്രയും പ്രായത്തിന് പെണ്ണൊന്നും കിട്ടിയില്ല, ഇപ്പഴാണ് പെണ്ണ് കിട്ടുന്നത്. അതെ ഇതിനൊക്കെ നിനക്ക് ലൈസൻസ് ലൈസൻസ് വേണം സാർ. വേണ്ടി വരും, ഈ റോഡിൽ വേണ്ടി വരും. ഇല്ലെങ്കിൽ നിന്നെയൊക്കെ പെറ്റിയടിച്ച് അയ്യേ വീട് പറയണ്ടേ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ബാക്ക് കൊണ്ടിരുത്തിയ മാഷല്ലേ നമ്മൾ. അല്ലേ ഇന്നത്തെ എല്ലാരും നോക്കിക്കൊണ്ട് കിടാണ്ട് നടന്നോളെ. എവിടേക്ക്? ചും ചും. അതെന്ത് കടാ? ജാം ജൂം എന്നാ പറയണ്ടേ. അവിടെ നനച്ചുള്ളി പണിക്കുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ പൈസ കൊടുക്കുന്നുണ്ട്. സാറേ പ്രശ്നമാക്കണ്ട. ഒരാഴ്ച ആയില്ലല്ലോ നമ്മൾ തമ്മിൽ കൂടിയിട്ട്. നമ്മളന്ന് അടിച്ചടിച്ച് ചിക്കനൊക്കെ കടിച്ചു പറിച്ച് ഭാര്യക്ക് വീട്ടിലേക്ക് പാഴ്സല്. എന്തടിച്ചു? ഏത് ചിക്കൻ? ആരുടെ ഭാര്യ? പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾ മുയി പറഞ്ഞിരിക്കുന്നു. നമ്മൾ മാത്രമേ അറിയാത്തുള്ളൂ. നടക്കേ നനച്ചുള്ളി പണിക്ക് അറിയാ, ഞാനൊന്നും ഓർക്കുന്നില്ലല്ലോ. പാർസലോ? അതൊക്കെ പോട്ടെ. ഈ സ്റ്റാൻഡിൽ നിന്ന് അയ്യപ്പൻ കോവിലേക്ക് എന്ത് കൊടുത്തു? കുട്ടീനെ എടുക്കാൻ പറഞ്ഞ കുട്ടീനെ എടുത്താൽ മതി, തള്ളനെ എടുക്കണ്ട. ഈ വരുന്ന 31-ാം തീയതി നമ്മുടെ അജ്മാനിലെ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ്. ഉള്ള സാധനത്തിന് പോവാണ് ഞങ്ങളെ. അത് വാങ്ങി കൊടുത്താൽ കുലിച്ചെടുത്തോളൂ പണി. പിന്നെ എന്തിനാ നമ്മളെടുക്കണം? ഒന്നും കൊടുത്തില്ല, ഒന്നും കൊടുക്കാനുമില്ല. ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. ദീപാരാധന നേരം വരെ ഞാൻ ക്ഷമിക്കും. മാഷ് പഠിപ്പിച്ച ഒരു കാര്യം ശരിയാ. മാഷ് പറഞ്ഞില്ല ഭൂമി. അതിന് സാർ അതിനെ ഒന്നും ഓർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനിയുള്ള വഴിപാടൊക്കെ നേരിട്ട് ദൈവത്തിന് കൊടുത്താലും എന്താണെന്ന് ആലോചിക്കാം. അപ്പോ ഇനാഗുറേഷൻ അതെ അതെ, മതി നിർത്തിക്കാളെ, ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം. മാറിക്കണ്ട്. UAE ചരിത്രത്തിൽ ആദ്യമായി മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഇങ്ങനെ കറങ്ങുന്നു, ഭൂമി നല്ലോണം കറങ്ങുന്നു. കണ്ടാ കറങ്ങാ കണ്ടാ മാഷ് സ്വിച്ച് ഓഫ് ആക്കുക.